ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരി പറഞ്ഞ പ്രകാരം രോഹിത് വീട് കണ്ടുപിടിച്ച് എത്തുന്നു. അവിടെ ഹരിയുടെ സീനിയർ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അവൻ രോഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ബൈക്കൊക്കെ മാറ്റി ഒതുക്കി വെച്ച് റൂമിൽ കയറി. സ്വല്പം കഴിഞ്ഞതും സജീനയും ഹരിയും എത്തി. ഹരി ഡ്രിങ്ക്സും ടച്ചിങ്ങും ഒക്കെ വാങ്ങി സജീനയെ ഓരോന്ന് പറഞ്ഞ് സുഖിപ്പിച്ച് വീടിന്റെ ഉള്ളിൽ വരെ എത്തിച്ചു. രോഹിത്തിന് ആകെ പേടിയായി. അലീന ഹരിയെപ്പറ്റി പറഞ്ഞത് അവന്റെ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല എന്ന് പറയുന്നതും അച്ഛൻ ഹരിയുടെ കൂട്ട് നിന്നെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞതുമെല്ലാം ഓർത്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി രോഹിത്തിന്. കുറച്ച് ആശ്വാസം കിട്ടുന്നതിനു വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ പൊട്ടിച്ചു കുടിക്കുന്നു. അതിനിടയിൽ സജിനയ്ക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അവൾ വെള്ളം കുടിച്ച് കുറച്ചു കഴിഞ്ഞതും എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് പതുക്കെ ചെരിഞ്ഞു തുടങ്ങി. ഹരി അവളെ താങ്ങിപ്പിടിച്ച് കുറച്ചു നേരം ബെഡ്റൂമിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്താം എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു. ഹരി രോഹിത്തിനെ നോക്കി കണ്ണിറക്കുന്നു. സംഗതി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ രോഹിത്തിന് പേടിയും തുടങ്ങി. അവൾ പതുക്കെ മയങ്ങി തുടങ്ങിയതും ഹരി ഫാനിന്റെ സ്പീഡ് കൂട്ടി. അവളുടെ ഷോൾ എടുത്ത് ദൂരെ എറിഞ്ഞ് മുഖത്ത് നോക്കി ആർത്തിയോടെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തരായി ആ കുട്ടിയെ ആക്രമിച്ചു കൊന്നു എന്ന് തോന്നുന്നു. പണിപാളി എന്ന് മനസ്സിലാക്കിയ രോഹിത്തിന് ആകെ വെപ്രാളമായി. പോലീസ് ജീപ്പ് വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അലീനയ്ക്ക് രോഹിത്തിനെ രക്ഷിക്കാനാവുമോ? എത്ര നല്ലതു പറഞ്ഞാലും തലയിൽ കയറാത്ത കൂടപ്പിറപ്പുകളാണ് അലീനയ്ക്കുള്ളത്. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.